ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ ഊട്ടി തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് രാജിൻ്റെ പഴയ വേനൽക്കാല റിസോർട്ടായ ഊട്ടി വർഷങ്ങളായി തമിഴ്നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പച്ച പരവതാനി വിരിച്ച മലനിരകൾക്ക് മുകളിൽ മൂടൽമഞ്ഞ് പരക്കുന്നതോടെ പ്രകൃതിയെപ്പോലെ തന്നെ ശരീരവും കുളിരണിയും. വർഷം മുഴുവനും തണുപ്പും ശാന്തവുമായ കാലാവസ്ഥയുള്ള ഊട്ടി ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ പോലും ഇങ്ങോട്ട് മാടി വിളിക്കുന്നു. വളഞ്ഞുപുളഞ്ഞ റോഡുകളിലൂടെ മലമുകളിലെത്തുന്ന യാത്രക്കാർക്ക് ഊട്ടി കൂടുതൽ സൗകര്യങ്ങളും കാഴ്ചകളും വാഗ്ദാനം ചെയ്യുന്നു. അതിമനോഹരമായ പ്രകൃതി രമണീയത ആസ്വദിച്ചുകൊണ്ട് ഒരു കപ്പ് ചായ കുടിച്ച് പ്രകൃതിയുടെ വിശാലമായ കാഴ്ചകളിലേക്ക് പോകാൻ അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് ഊട്ടി. പച്ചപ്പും ഇരുണ്ട കുന്നുകളും ഒഴുകുന്ന മൂടൽമഞ്ഞുള്ള പർവ്വതങ്ങളും പൂന്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും മിസ്റ്റിക് കാടുകളുടെ അനുഭവങ്ങളും ശാന്തമായ നാട്ടിൻപുറങ്ങളിലൂടെ കടന്നു പോകുന്ന മീറ്റർ ഗേജ് റെയിൽവേ പാതയും നീല നിറത്തിലുള്ള തീവണ്ടിയും എല്ലാം ഊട്ടിയിൽ സഞ്ചാരികൾക്കായി ഒരുക്കി വെച്ചതാണ്. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ടോയ് ട്രെയിൻ യാത്ര ഒരിക്കലെങ്കിലും നിങ്ങൾ ആസ്വദിച്ചിരിക്കേണ്ട ഒന്നു തന്നെയാണ്. ഊട്ടിയെപ്പോലെ മനോഹരമാണ് കൂണൂർ, കോത്തഗിരി, മസനഗുഡി, ഗൂഡല്ലൂർ എന്നീ സ്ഥലങ്ങളെല്ലാം. കേരള, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഊട്ടി. ഊട്ടിയും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായിട്ട് നിരവധി വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. ഇന്ന് നമ്മൾ ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരത്ത് ഗൂഡല്ലൂർ റോട്ടിൽ ഒരു 20 കിലോമീറ്റർ പോയി അവിടെ നിന്ന് 10 കിലോമീറ്റർ മാറിയിട്ട് ഗ്ലെൻമോർഗൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഈ സ്ഥലത്തേക്ക് കൂടുതലായിട്ട് സഞ്ചാരികളൊന്നും വരാറില്ല. ഈ റോഡ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള റോഡാണ്. നമ്മളിപ്പോൾ പോകുന്നത് രാവിലെ 6:30 അതുകൊണ്ട് തന്നെ വെളിച്ചം കുറവാണ്, വീഡിയോയുടെ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും. ഈ റോഡിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഇങ്ങോട്ട് വാഹനങ്ങളൊന്നും വരില്ല, ഭയങ്കര സൈലൻ്റ് ആണ്. ഈ ഗ്ലെൻമോർഗൻ റൂട്ടിൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ള റൂട്ടാണ്. ഇവിടെ പ്രധാനമായിട്ടും 3 ഗ്രാമങ്ങളാണുള്ളത്. ഗ്രാമങ്ങൾ എന്ന് ഇവിടെ മണ്ട് എന്നാണ് ഇവിടുത്തെ ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റുകൾക്ക് പറയാം. ഇവിടുത്തെ അവരുടെ ചെറിയ ചെറിയ വില്ലേജുകൾ. പിന്നെ അത് കൂടാതെ ഗ്ലെൻമോർഗൻ എസ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ ഈ ഏർലി മോർണിംഗ് ആണ് ഇതിലൂടെ വരുന്നത്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ ശരിക്കും വെളിച്ചം ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ വെളിച്ചം, അതായത് മരത്തിന് മുകളിലും ഈ തേയിലത്തോട്ടത്തിന് മുകളിലൊക്കെ ആയിട്ട് ചില ഭാഗങ്ങളിലൊക്കെ സൂര്യപ്രകാശമുണ്ട്, ചില ഭാഗങ്ങളിലില്ല. അപ്പോൾ അത് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഒരു ഗ്രേഡിയൻ്റ് പോലെ 2 കളർ മാതിരിയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഗ്ലെൻമോർഗൻ എസ്റ്റേറ്റിൻ്റെ ആ ഒരു എൻട്രൻസ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ കൂടുതലായി കടകളും ഷോപ്പുകളും ഹോട്ടൽ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, കയ്യിലൊക്കെ എന്തെങ്കിലും കരുതുക, സ്നാക്സോ വെള്ളങ്ങളൊക്കെ കരുതിയിട്ട് വരെ. ഇവിടെ കടകളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. അങ്ങനെ ഗ്ലെൻമോർഗൻ എസ്റ്റേറ്റിൻ്റെ ആ ഒരു എൻട്രൻസ് ഭാഗം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു എസ്റ്റേറ്റിൻ്റെ ഒക്കെ സൈഡിലൂടെയുള്ളൊരു റോഡിലൂടെ പോവുകയാണ്. ഇനി കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റിസർവോയറും അതുപോലെ തന്നെ ഒരു തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു പവർ ഹൗസൊക്കെ ഉണ്ട്. ഈ പവർ ഹൗസിലേക്ക് നമുക്ക് പ്രത്യേക പെർമിഷൻ എടുത്താൽ മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ചില സ്ഥലങ്ങളൊക്കെ, അധിക സ്ഥലങ്ങൾ റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെ ഫോട്ടോ വീഡിയോഗ്രാഫി ഒന്നും അപ്രൂവ് അല്ല. നമുക്ക് ആ ഭാഗങ്ങൾ കുറച്ച് സൈഡിലായിട്ട് നിന്ന് നമുക്ക് കാണാം, അത്രേ പറ്റുള്ളൂ. എന്തായാലും നമ്മൾക്ക് അവിടെ കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാം. ഏകദേശം നമ്മൾ ആ ഒരു റിസർവോയറിൻ്റെ അടുത്തെത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇനി നമുക്ക് നടന്നിട്ട് വേണം ആ ഭാഗങ്ങളിലേക്ക് പോകാൻ.
ഏർലി മോർണിംഗ് ആയതുകൊണ്ട് സെക്യൂരിറ്റി ഗേറ്റിൽ ആളൊന്നും കാണുന്നില്ല. ആളുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് ചിലപ്പോൾ നമുക്കുള്ളിലേക്ക് പോകാനുള്ള പെർമിഷനൊക്കെ തരും. ഏഷ്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ജലവൈദ്യുത പദ്ധതിയായ പൈക്കാര അണക്കെട്ടിൻ്റെ ജലസംഭരണിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂർത്തി മലയിൽ നിന്ന് ആരംഭിക്കുന്ന പൈക്കാര നദിയെയാണ് ഇവിടെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് ഇനി ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. നമ്മൾ പെർമിഷൻ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഏർലി മോർണിംഗ് ആണ്, ഇവിടുത്തെ ഫോർമാലിറ്റീസ് അറിയില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫൂട്ടേജുകളൊക്കെ ഞാൻ മിക്കി നെറ്റ്വർക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസാണ്. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ കാണുന്ന വിഞ്ച് വഴിയാണ് ആദ്യമൊക്കെ ഈ ഗ്ലെൻമോർഗൻ്റെ താഴെയുള്ള സിംഗാരയിലേക്ക്, നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോകളിൽ കണ്ട ആ സിംഗാര ഭാഗത്തേക്കൊക്കെ ലേബേഴ്സ് പോയിരുന്നതും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എക്യുപ്മെൻറ്റ്സ് സാധനങ്ങളൊക്കെ എത്തിച്ചിരുന്നത് ഈ വിഞ്ച് വഴിയാണ്. ഇപ്പോൾ സിംഗാരയിലേക്ക് റോഡ് വന്നതോട് കൂടിയിട്ട് ഈ വിഞ്ചിൻ്റെ സർവീസ് ഇപ്പോൾ ഇല്ല, നിർത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഈ ഗ്ലെൻമോർഗൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ ഗ്ലെൻമോർഗൻ എസ്റ്റേറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്ക് വെയിൽ വരാത്തത് കൊണ്ട് ആ ഭാഗങ്ങൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ പോകുമ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി നമ്മൾ കാണിച്ചിട്ട് ഇവിടുന്ന് നമ്മൾ തിരിക്കുകയാണ്. കോഴികൾ ഒരുപാടുണ്ട്. നമ്മളിങ്ങനെ പോകുന്ന സമയങ്ങളിലൊക്കെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. പോകുമ്പോൾ മനോഹരമായ മറ്റൊരു കാഴ്ച കണ്ടു. മുകളിൽ ഒരു എസ്റ്റേറ്റിൻ്റെ മുകളിലൂടെ വലിയ കലമാൻ ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പം നമ്മളുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ അത് നിന്ന് നമ്മളൊന്ന് നോക്കിയിട്ട് അതിങ്ങനെ ആ തോട്ടത്തിന് നടുവിലൂടെ നടന്നു പോകുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. ഇതിലൊന്നുകൂടെ കൂടുതലായതോടു കൂടിയിട്ട് ഈ ഭാഗത്തെ കാഴ്ചകൾക്കൊക്കെ ഒന്നുകൂടി ഒരു മനോഹാരിത വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗ്ലെൻമോർഗൻ എസ്റ്റേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രദേശം വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിലൂടെയുള്ള യാത്ര വളരെ മനോഹരം എന്ന് തന്നെ പറയാം. റാസിക്, ഇന്ദു എന്നീ പേരിലുള്ള ദമ്പതികൾ ജനിച്ചതും വിവാഹിതരായതും എല്ലാം ഉഗാണ്ട എന്ന സ്ഥലത്താണ്. മികച്ച ബിസിനസ് കാഴ്ചപ്പാടുള്ള റാസിക്കിൻ്റെ പിതാവിന് ഉഗാണ്ടയിൽ കാപ്പി, തേയില, കരിമ്പ് എന്നിവയുടെയൊക്കെ തോട്ടങ്ങളുണ്ടായിരുന്നു. എന്നാൽ 1958 ഇന്ത്യൻ ഭൂമിയിൽ ഒരു തോട്ടം വാങ്ങണം എന്ന് അവർക്കൊരു മോഹമുണ്ടായി. അക്കാലത്ത് ഏകദേശം 250 ഏക്കർ ഉണ്ടായിരുന്ന ഗ്ലെൻമോർഗൻ ടീ എസ്റ്റേറ്റ് അങ്ങനെ അവർ വാങ്ങിച്ചു. 1962 ഉഗാണ്ടയുടെ സ്വാതന്ത്ര്യ സമയത്ത് റാസിക്കും ഇന്ദുവും ഇന്ത്യയിൽ തിരിച്ചെത്തി ഗ്ലെൻമോർഗൻ ടീ എസ്റ്റേറ്റ് വികസിപ്പിക്കാൻ തുടങ്ങി. ഇന്ത്യ എക്കാലത്തും ബ്ലാക്ക് ടീക്ക് പേരുകേട്ടതാണ്. എന്നാൽ 1969 ഗ്ലെൻമോർഗൻ ടീ എസ്റ്റേറ്റ് ജപ്പാനിലേക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അക്കാലത്ത് എല്ലാ മണികളും കൈകൊണ്ടാണ് ചെയ്തിരുന്നത്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് അവർ ജപ്പാനിൽ നിന്നും യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്തു. കാലക്രമേണ അവർ US-ലേക്കും മൊറോക്കോയിലും ഒക്കെ വിപണി വികസിപ്പിച്ചെടുത്തു. ഇന്ന് ഗ്ലെൻമോർഗൻ എസ്റ്റേറ്റിന് സ്വന്തമായി 500-ൽ പരം ഏക്കർ തേയിലത്തോട്ടങ്ങളും 400-ൽ പരം തൊഴിലാളികളുമുണ്ട്. ഇന്ന് അവരുടെ ഏറ്റവും വലിയ ക്ലയൻറ്റ് ലിപ്റ്റൺ US ആണ്. ഇപ്പോൾ നമ്മൾ ഊട്ടി ഗൂഡല്ലൂർ റോഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് നമ്മൾ ഗൂഡല്ലൂർ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. ഈ റോഡ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റോഡായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മൾ ഇതുവഴി വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ റോഡിലൂടെ പോയിരുന്നത്. എന്നാൽ ഇന്ന് ഓരോ വർഷവും റോഡ് അത് വീതി കൂട്ടിയിട്ടും റോഡിൻ്റെ മെയിൻ്റനൻസും ഒക്കെ ചെയ്തിട്ട് സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്
തമിഴ്നാട് സർക്കാർ അത്രത്തോളം ശ്രദ്ധിക്കുന്ന ഒരു റോഡായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് റോഡിൻ്റെ രണ്ട് വശങ്ങളിലും മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളും അതുപോലെ തന്നെ ഒരുപാട് കൃഷി സ്ഥലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റോഡ് കൂടിയാണ് ഊട്ടി ഗൂഡല്ലൂർ റോഡ്. ഈ റോഡിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റോഡിലെ ഒരുപാട് ഭാഗങ്ങളിൽ ഇപ്പോൾ മരങ്ങളൊക്കെ മുറിച്ചത് കൊണ്ട് നമുക്ക് താഴേക്കുള്ള ഒരുപാട് കാഴ്ചകൾ, അതായത് ഗൂഡല്ലൂരിൻ്റെ ഒരു ദൂരക്കാഴ്ചയും അതുപോലെ മേഘങ്ങൾ ഒരു ബെഡ് പോലെ കിടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഈ കാണാൻ പറ്റും. അതുപോലെ നീഡിൽ റോക്കിൻ്റെ ഒരു വിദൂര കാഴ്ച നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും കാണാം. നീഡിൽ റോക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഒരു മലയുടെ പേരാണ് ഫ്രോഗ് റോക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിപ്പോൾ ഈ റോഡിൽ നിന്ന് വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലാണ്, മരങ്ങളെല്ലാം വെട്ടിയത് കൊണ്ട്. ഈ കാണുന്ന ടേണിങ്ങിൽ നിന്നും റൈറ്റിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് നീഡിൽ റോക്കിലേക്ക് എത്താൻ ഉള്ള വഴിയാണത്. ഇവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട്, ഒരാൾക്ക് 5 രൂപയാണ് തോന്നുന്നുണ്ട്, അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് നീഡിൽ റോക്ക് കാണാം. അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം ഗൂഡല്ലൂരിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രദേശം ഒക്കെ നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള സ്ഥലമാണ്. യൂക്കാലിപ്റ്റസ് മരങ്ങൾ കൊണ്ട് ഇടതൂർന്ന് നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് എപ്പോഴും ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ നിരവധി സഞ്ചാരികളെ നമുക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ കാണാം. നമ്മളുടെ യാത്ര ഗൂഡല്ലൂരിൽ വെച്ച് അവസാനിക്കുകയാണ്. പുതിയൊരു യാത്രയും പുതിയ കാഴ്ചകളുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. പുതിയ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.